everyone, welcome to Mahima's cooking class. ഇന്ന് നവംബർ ഫെസ്റ്റ് കേരള പിറവി ഡേ ആണല്ലോ. അപ്പോൾ ഇന്ന് എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ കേരള പിറവി ആശംസകൾ. നവംബർ ഫെസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു പായസമാണ് കാണിക്കുന്നത്. അപ്പോൾ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടുള്ള പായസം. അപ്പോൾ അത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഗോതമ്പ് നുറുക്ക്, 1 കപ്പ് ഗോതമ്പ് നുറുക്കര എടുത്തേക്കുന്നത്. ഇത് നന്നായി കഴുകി പ്രഷർ കുക്കറിലിട്ട് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ച് പ്രഷർ കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പം വേവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് വിസിൽ വന്ന് കഴിയുമ്പോൾ തീ കുറച്ച് ഒരു 10 മിനിറ്റ് കൂടെ വെക്കും. ആ സമയം കൊണ്ട് ഇത് വെന്തിട്ടുണ്ടാവും. എന്നിട്ട് പ്രഷർ മൊത്തം പോയി കഴിയുമ്പോൾ തുറക്കാം. ഓക്കെ, അതാദ്യം ചെയ്തെടുക്കാം. അപ്പം ഞാൻ കുക്കറിൽ അത് വേവിച്ച് 10 മിനിറ്റ് ഓളം എടുത്തു കേട്ടോ. അപ്പോൾ അത് നമുക്ക് കൂളായ ശേഷം ഞാൻ ഇപ്പോൾ തുറക്കാൻ പോവാണേ. പ്രഷർ മൊത്തം പോയി കഴിഞ്ഞിട്ടാണ് നന്നായിട്ട് വേവിച്ചെടുക്കും. ഇച്ചിരി വേവ് കൂടിയാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ശർക്കരയിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ വേവൊക്കെ കറക്റ്റ് ആവും. ഞാനൊരു പാൻ ഹീറ്റ് ചെയ്യുക കേട്ടോ. പാനോ ഉരുളിയുള്ളവർക്ക് ഉരുളി ഉപയോഗിക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഗോതമ്പിൻ്റെ മിക്സ്ചറിനകത്തേക്ക് ഇടുക. ഇതിലേക്ക് ഞാൻ ശർക്കര പാനിയാക്കി വെച്ചേക്കുന്നത്. ഏകദേശം ഒരു 400 ഗ്രാം ശർക്കര ഉണ്ടാവും. അപ്പം നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ശർക്കര ഒരു 1/2 കിലോ എടുത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഉരുക്കിയെടുക്കുക. അപ്പം അങ്ങനെ ഉരുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് എളുപ്പമാണ്. ഓക്കെ, ഞാനിതിപ്പം ഒരു 1.5 കപ്പാണ് നമുക്ക് ആവശ്യം വരിക ഈ ഒരു അളവിന്. ഇതിലേക്ക് ഒരു 1.5 കപ്പ് ശർക്കര ചേർക്കുക. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എപ്പോഴും പായസത്തിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ ശർക്കരക്കകത്ത് കിടന്ന് ഇത് വഴന്ന് വരുന്നതാണ് അതിൻ്റെ രുചി. അപ്പം ഇത് ഇച്ചിരി സമയം എടുക്കും കേട്ടോ. പായസം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏറ്റവും സമയം എടുക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ശർക്കരക്കകത്ത് കിടന്ന് വെള്ളയിച്ചെടുക്കണം. അതാണ് പായസത്തിൻ്റെ ടേസ്റ്റ്. എപ്പോഴും നല്ല ഹെവി ബോട്ടം പാൻ ഉപയോഗിക്കുന്ന, നല്ല ഉരുളി പോലത്തെ പാത്രങ്ങൾ ഉപയോഗിക്കുന്ന എപ്പോഴും പായസമൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലത്. ഞാൻ ഈ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി ശരിക്കും പറഞ്ഞാൽ 4 പേർക്ക് കഴിക്കാവുന്ന പോർഷനാണ്. 8 കപ്പോളം കിട്ടും നമുക്ക് പായസം ഈ അളവിൽ. ആ ഒരു ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ ഫാമിലിക്കൊക്കെ ഈ ഒരു അളവ് ഉണ്ടാക്കിയാൽ ധാരാളം മതിയാവും. ഓക്കെ, അപ്പം ശർക്കരയൊക്കെ നന്നായിട്ട് പറ്റി നമ്മൾ ചെയ്ത് അതിൻ്റെ സ്റ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇതുപോലെ കാണും കേട്ടോ. നല്ല സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പരുവം. ആ ഒരു സ്റ്റേജ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കും. സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരണം, അത് അതിൻ്റെ ഒരു പരുവം. അതുവരെ നന്നായിട്ട് വഴറ്റുക. ഓക്കെ, മതി ഈ ഒരു സ്റ്റേജ്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് 2ാം പാൽ ഒഴിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഒരു തേങ്ങയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നല്ല തിക്ക് പാലെടുക്കും. ഓക്കെ, അത് കഴിഞ്ഞ് അതിനകത്തേക്ക് വീണ്ടും ഒരു 2-2.5 കപ്പ് വെള്ളം ചേർത്ത് വീണ്ടും അത് അടിച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്നതാണ് ഈ 2ാം പാൽ. അതാണ് നമ്മളിവിടെ ചേർക്കുന്നത്. 2 കപ്പ് 2ാം പാൽ.
രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. ഇളക്കുമ്പോൾ കട്ട വെള്ളം ഉണ്ടെങ്കിൽ അതിങ്ങനെ ഇളക്കി ഇളക്കി ഉടച്ചെടുക്കണം കേട്ടോ. സാധാരണ രണ്ടാം പാലിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വല്ല ലംസ് ഉണ്ടെങ്കിൽ അതങ്ങ് ഡിസോൾവ് ആവും. പക്ഷെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇത് തിളയ്ക്കാൻ തുടങ്ങി. ഒരു 5 മിനിറ്റ് തിളയ്ക്കണം. ഓക്കെ, അത് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒന്നാം പാൽ ചേർക്കും. നമ്മൾ രണ്ടാം പാൽ ചേർത്ത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് പായസം. ഈ സമയത്ത് നമുക്ക് ഫസ്റ്റ് മിൽക്ക് റെഡിയാക്കി വെക്കാം. ഫസ്റ്റ് മിൽക്ക് ഞാൻ 1 കപ്പാണ് എടുത്തേക്ക്, നല്ല തിക്ക് മിൽക്കാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, അപ്പോൾ ഈ ഒന്നാം പാല് നമുക്ക് ഏലക്കപ്പൊടി ചേർത്താണ് അതിനകത്തേക്ക് ചേർക്കാം. ഇപ്പം ഞാൻ ഗോതമ്പ് പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഏലക്കപ്പൊടി മാത്രമേ ചേർക്കാറുള്ളൂ. ജീരകമോ മറ്റേ ചുക്കൊന്നും ചേർക്കാറില്ല കേട്ടോ. ആ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. ഞാൻ ഏലക്കപ്പൊടി മാത്രം വെച്ചിട്ടാണ് ഗോതമ്പ് നുറുക്ക് പായസം ഉണ്ടാക്കാറ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. തിളയ്ക്കണ്ട. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ചൂട് ആവി വറക്കുന്ന ഒരു കണ്ടീഷൻ മതി കേട്ടോ. അപ്പോൾ ആവി വറക്കാൻ തുടങ്ങി. ഈ സ്റ്റേജിൽ നമ്മൾ ഓഫ് ചെയ്യും. ഓക്കെ, ആവി പറക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ ഓഫ് ചെയ്യാം. തിളയ്ക്കാൻ പാടില്ല. നമ്മുടെ പായസത്തിൻ്റെ മെയിൻ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി നട്ട്സും റൈസിൻസും ഇച്ചിരി നെയ്ക്കകത്ത് മൂപ്പിച്ചിടാനുള്ളതേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും ഓർക്കണം, പായസം ഇരിക്കുമ്പോൾ ഒന്നുകൂടെ തിക്കാവും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലൂസായിട്ട് വേണോ അതിനനുസരിച്ച് പാൽ എക്സ്ട്രാ ആഡ് ചെയ്യാം. തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പശുപാലോ ഒക്കെ ചേർത്ത് നീട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിൽ ഇപ്പം മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നെയ്യ് ചൂടാക്കി കുറച്ച് നട്ട്സും റൈസിൻസും ഇടാനുള്ളതേ ഉള്ളൂ. ഇതൊന്ന് മാറ്റി വെക്കാം. റൈസിൻസ് മൂപ്പിക്കാനായിട്ട് നമുക്കൊരു പാൻ വെക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ്, നമ്മളിതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഇത് മൂപ്പിച്ചെടുക്കാം. ഓക്കെ, ഇതിലേക്ക് ആദ്യം നട്ട്സ് ഇടാം കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂണോളം നട്ട്സ് എടുത്തിട്ടുണ്ട്. നട്ട്സ് ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. അത് കഴിയുമ്പോഴേ റൈസിൻസ് ഇടാവും. ഓക്കെ, നട്ട്സ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി. ഇതിലേക്ക് റൈസിൻസ് ആഡ് ചെയ്യാം. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി മാറ്റാം. വറുത്ത നെയ്യ് ബാക്കിയുള്ളതിനകത്തേക്ക് ചേർക്കുകയാണ്. അതേപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നട്ട്സും റൈസിൻസും. നമ്മുടെ പായസം റെഡിയായി കേട്ടോ. ഇനി നമുക്കിതൊരു സെർവ് ചെയ്യാനായിട്ടൊരു ബോളിലേക്ക് മാറ്റുകയാണേ. നമ്മുടെ ഗോതമ്പ് നുറുക്ക് പായസം റെഡിയായി. ഓക്കെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം. ഇത് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ, അതിൻ്റെ ഗോതമ്പിൻ്റെ ടേസ്റ്റ് എടുത്ത് നിൽക്കുന്ന പോലത്തെ ഒരു പായസം. അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഡിഷ് പ്രത്യേകിച്ച് കാണണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ.